ഒരിക്കൽ ഒരു ഭവനത്തിൽ ഒരു മകൻ തന്റെ പിതാവിനോട് വഴക്കിട്ടു. ആ വഴക്ക് വളരെയധികം വലുതായി. ഒടുവിൽ ആ മകൻ ആ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി വീട് വിട്ടിറങ്ങിയാണ്, ഇനി എനിക്കും നിങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൻ വീട് വിട്ടിറങ്ങി, വളരെ ദൂരം പോയി, അവിടെ ഏതോ പട്ടണത്തിൽ താമസിച്ചു. എന്നാൽ അകത്ത് തനിക്കൊരു കുറ്റബോധമുണ്ടായി. തന്നെ വളർത്തു വലുതാക്കിയ, തന്നെ സ്നേഹിച്ച അപ്പനോട് ഞാൻ വഴക്കിട്ടുമെന്ന് ഈ വിദൂരയിൽ താമസിക്കുന്നല്ലോ എന്നുള്ള ഒരു കുറ്റബോധം തന്റെ മനസ്സിലുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ സ്തോത്രം, തന്റെ മനസ്സിലാഴമേറിയ കുറ്റബോധമുണ്ടായി. അദ്ദേഹം അപ്പന് ഒരു കത്ത് എഴുതുവാൻ തീരുമാനിച്ചു. ഒരു പേപ്പർ എടുത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു, അപ്പാ സ്തോത്രം, എനിക്കറിയില്ല അപ്പൻ എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന്. എന്നാൽ സ്തോത്രം, എനിക്ക് ഭവനത്തിലേക്ക് വരണമെന്നുണ്ട്. അടുത്ത മാസം ഞാന് ആ വഴിയിലൂടെ വരുമ്പോൾ ആ വഴിയുടെ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ആ മരത്തിൽ ഒരു വെള്ള തുണി കെട്ടിയിട്ടാൽ എനിക്ക് മനസ്സിലാകും അപ്പന് എന്നോട് ക്ഷമയുണ്ടെന്നും അപ്പൻ എന്നോട് സ്നേഹമുണ്ടെന്നും. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി അപ്പന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരുവാനിടയായിത്തീരും. കത്തുകൾ അപ്പന് ലഭിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ആ ദിവസമെത്തി. അദ്ദേഹം ട്രെയിൻ കയറുവാനിടയായിത്തീർന്നു. സഞ്ചരിച്ച് ആ റെയിൽവേ പാളത്തിനടുത്തിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ട്രെയിൻ പാഞ്ഞടുക്കാറാകുമ്പോൾ ആ വൃക്ഷത്തെ നോക്കുവാൻ ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ അല്പം ഭാരമുണ്ടായി. അവന്റെ ഹൃദയത്തിൽ അല്പം പേടിയുണ്ടായി. അടുത്തിരിക്കുന്ന വ്യക്തിയോട് അവൻ പറഞ്ഞു, ഇപ്പോൾ ഒരു വൃക്ഷം വരും, ആ വൃക്ഷത്തിൽ ഏതെങ്കിലും ഒരു ശിഖരത്തിൽ വെള്ളം കൊണ്ടുള്ള ഒരു തുണി കെട്ടിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഹല്ലേലൂയ. കണ്ണടച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ആ സഹയാത്രികൻ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ഒരു വെള്ള തുണിയല്ല ഞാൻ കണ്ടത്, ആ വൃക്ഷത്തിൽ 1000 വെള്ള തുണി ഞാൻ കാണുവാനിടയായിത്തീരുന്നു. അതെ, ദൈവത്തിലേക്ക് നീ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചാൽ നിന്നെ സ്നേഹത്തോടെ കെട്ടിപ്പുണരുന്ന, നിന്നെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്ന സ്നേഹമുള്ള ഒരപ്പനെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, മടങ്ങി വരിക, എന്നാൽ ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുവാനിടയായിത്തീരും.